എല്ലാവർക്കും മല്ലൂടിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ OTT റിലീസുകളാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ നോക്കുന്നത്. ഇതുപോലത്തെ ഒരിക്കലും ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ. ആദ്യത്തെ ഒരു അപ്ഡേറ്റ് റോന്ത് എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. റോഷൻ മാത്യു, ദിലീഷ് പോത്തനാണ് റോന്ത് സിനിമയിൽ അഭിനയിച്ചിരിക്കുന്നത്. നല്ലൊരു ത്രില്ലർ സിനിമയായിരുന്നു റോന്ത്. എവറേജ് അഭിപ്രായമാണ് റോന്ത് സിനിമയ്ക്ക് തിയേറ്ററിൽ നിന്ന് ലഭിച്ചത്. ഇപ്പോഴിതാ റോന്ത് സിനിമ OTT റിലീസ് ചെയ്തിരിക്കുകയാണ്. ഇന്ന് ഹോട്ട്സ്റ്റാറിലാണ് റോന്ത് സിനിമ OTT റിലീസ് ആയിരിക്കുന്നത്. റോന്ത് സിനിമ ഇപ്പോൾ എല്ലായിടത്തും അവൈലബിൾ ആണ്. അടുത്തൊരു അപ്ഡേറ്റ് വ്യസനസമേതം ബന്ധുമിത്രാദികൾ എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. ഇതൊരു കോമഡി മൂവിയാണ്. എവറേജ് അഭിപ്രായമാണ് സിനിമയ്ക്ക് ലഭിച്ചത്. അനശ്വര രാജനാണ് സിനിമയിലെ നായിക. ഇപ്പോഴിതാ മനോരമ മാക്സ് വ്യസനസമേതം ബന്ധുമിത്രാദികൾ എന്ന സിനിമ OTT അവകാശം വാങ്ങിച്ചിരിക്കുകയാണ്. സിനിമയുടെ കമ്മിങ് സൂൺ എന്ന പോസ്റ്റർ വന്നിട്ടുണ്ട്. ഈ ആഴ്ചയായിരിക്കും സിനിമയുടെ റിലീസ്. അടുത്തൊരു അപ്ഡേറ്റ് പെരുമാനി എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. നല്ലൊരു കോമഡി മൂവിയായിരുന്നു പെരുമാനി. തിയേറ്ററുകളിൽ നല്ല വിജയമാണ് പെരുമാനി നേടിയെടുത്തത്. എന്നിട്ടും പെരുമാനിയുടെ OTT റിലീസ് ചെയ്യുന്നില്ല. ഇപ്പോഴിതാ ആമസോൺ പ്രൈം പെരുമാനിയുടെ OTT വാങ്ങിച്ചിരിക്കുകയാണ്. 2 വർഷത്തിന് ശേഷമാണ് പെരുമാനി സിനിമ റിലീസിനെത്തുന്നത്. സണ്ണി വെയിൻ, ലുക്മാൻ, വിനയ് ഫോർട്ടാണ് പെരുമാനി സിനിമയിൽ പ്രധാന കഥാപാത്രമായി അഭിനയിച്ചിരിക്കുന്നത്. പെരുമാനി ഈ വീക്കിൽ തന്നെ ആമസോൺ പ്രൈമിൽ OTT റിലീസ് ചെയ്യുമെന്ന റിപ്പോർട്ടാണ് വന്നിരിക്കുന്നത്. അടുത്തൊരു അപ്ഡേറ്റ് സർസമീൻ എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. ഇതൊരു ഹിന്ദി സിനിമയാണ്. പൃഥ്വിരാജ്, കാജലൊക്കെയാണ് സിനിമയിൽ അഭിനയിച്ചിരിക്കുന്നത്. ഇതൊരു ഡയറക്റ്റ് OTT റിലീസ് മൂവിയാണ്. ഇപ്പോഴിതാ സർസമീൻ എന്ന സിനിമ OTT റിലീസിന് ഒരുങ്ങുകയാണ്. ജിയോ ഹോട്ട്സ്റ്റാറിൽ ജൂലൈ മാസം 25-നാണ് സിനിമയുടെ റിലീസ്. അടുത്തൊരു അപ്ഡേറ്റ് മാർഗൻ എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. ഇതൊരു തമിഴ് സിനിമയാണ്. വിജയ് ആന്റണിയാണ് മാർഗൻ സിനിമയിലെ നായിക. നല്ല അഭിപ്രായമാണ് മാർഗൻ സിനിമയ്ക്ക് ലഭിച്ചിട്ടുണ്ടായിരുന്നത്. ഇപ്പോഴിതാ ടെന്റ് കോട്ട സിനിമയുടെ OTT അവകാശം വാങ്ങിച്ചിരിക്കുകയാണ്. ജൂലൈ മാസം 25-നാണ് മാർഗൻ സിനിമയുടെ OTT റിലീസ്. അടുത്തൊരു അപ്ഡേറ്റ് DNA എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. നല്ലൊരു ത്രില്ലർ സിനിമയായിരുന്നു DNA. പക്ഷേ ഇതുവരെ DNA സിനിമ OTT റിലീസ് ചെയ്തിട്ടില്ല. ഈ ഒരു മലയാള സിനിമയുടെ OTT ഇപ്പോൾ മനോരമ മാക്സ് വാങ്ങിച്ചിരിക്കുകയാണ്. കമ്മിങ് സൂൺ എന്ന പോസ്റ്റർ വന്നിട്ടുണ്ട്. അസ്കർ, അന്ന റജി, റായലക്ഷ്മിയാണ് DNA സിനിമയിൽ അഭിനയിച്ചിരിക്കുന്നത്. ഈ വീക്കാണ് ഈ ഒരു ത്രില്ലർ സിനിമ റിലീസിനെത്തുന്നത്. അടുത്തൊരു അപ്ഡേറ്റ് രാമചന്ദ്ര ബോസണക്കോ എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. 2023-ൽ നിവിൻ പോളി നായകനായ സിനിമയായിരുന്നു രാമചന്ദ്ര. എവറേജ് അഭിപ്രായമാണ് സിനിമയ്ക്ക് ലഭിച്ചത്. എന്നിട്ടും ഇതുവരെ രാമചന്ദ്രയുടെ OTT വിറ്റുപോയിട്ടുണ്ടായിരുന്നില്ല. എന്നാൽ ഇപ്പോൾ കാലങ്ങൾക്ക് ശേഷം ആമസോൺ പ്രൈം ഈ സിനിമയുടെ OTT വാങ്ങിച്ചിരിക്കുകയാണ്. നിവിൻ പോളി നായകനായ രാമചന്ദ്ര എന്ന സിനിമ ഈ വീക്കിലായിരിക്കും OTT റിലീസ്. അടുത്തൊരു അപ്ഡേറ്റ് JSK എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. ജാനകി സ്റ്റേറ്റ് ഓഫ് കേരള എന്നാണ് സിനിമയുടെ പേര്. നല്ല അഭിപ്രായമല്ല സിനിമയ്ക്ക് ലഭിച്ചത്. നല്ല ഹൈപ്പിൽ സിനിമ വന്നുവെങ്കിലും പെട്ടെന്ന് സിനിമ വാഷൗട്ടായി. സുരേഷ് ഗോപിയാണ് സിനിമയിലെ നായകൻ. ഇപ്പോഴിതാ JSK എന്ന സിനിമ ആമസോൺ പ്രൈം വാങ്ങിച്ചിരിക്കുകയാണ്. സിനിമ റിലീസായിട്ട് 1 മാസത്തിനുള്ളിലായിരിക്കും JSK സിനിമയുടെ OTT റിലീസ്. അടുത്തൊരു അപ്ഡേറ്റ് ഗെറ്റ് സെറ്റ് ബേബി എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. നല്ല അഭിപ്രായം ലഭിച്ച സിനിമയാണ് ഗെറ്റ് സെറ്റ് ബേബി. എന്നിട്ടും എന്തുകൊണ്ട് അവർ OTT റിലീസ് ചെയ്യുന്നില്ല? മനോരമ മാക്സ് നേരത്തെ തന്നെ ഗെറ്റ് സെറ്റ് ബേബിയുടെ OTT വാങ്ങിച്ചിട്ടുള്ളതാണ്. പക്ഷേ അവർ റിലീസാക്കുന്നില്ല. ഉണ്ണിമുകുന്ദനും നിഖില വിമലുമാണ് ഗെറ്റ് സെറ്റ് ബേബിയിൽ അഭിനയിച്ചിരിക്കുന്നത്. നല്ലൊരു ഫാമിലി മൂവിയായിരുന്നു ഗെറ്റ് സെറ്റ് ബേബി. ഇപ്പോഴിതാ മനോരമ മാക്സ് ജൂലൈ മാസം 28-ന് ഗെറ്റ് സെറ്റ് ബേബി OTT റിലീസ് ചെയ്യുമെന്ന റിപ്പോർട്ടാണ് വന്നിരിക്കുന്നത്. അടുത്തൊരു അപ്ഡേറ്റ് കണ്ണപ്പ എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. ഒരുവിധം എല്ലാ ലാംഗ്വേജിലെ സൂപ്പർ സ്റ്റാറുകളും ഈ സിനിമയിലുണ്ട്. പ്രഭാസ്, മോഹൻലാൽ, അക്ഷയ് കുമാർ തുടങ്ങി ഒരുപാട് പേര് കണ്ണപ്പ സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട്. പക്ഷേ കണ്ണപ്പ സിനിമ പരാജയപ്പെട്ടു. ഇപ്പോഴിതാ ഈ സിനിമയുടെ OTT റിലീസിനെത്തുകയാണ്. ആമസോൺ പ്രൈമാണ് കണ്ണപ്പയുടെ OTT വാങ്ങിച്ചിട്ടുള്ളത്. സിനിമ ഈ വീക്കിലാണ് OTT റിലീസ്. അടുത്തൊരു അപ്ഡേറ്റ് ബസൂക്ക എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. നല്ലൊരു ആക്ഷൻ മൂവിയായിരുന്നു ബസൂക്ക. തിയേറ്ററുകളിൽ ബസൂക്ക പരാജയപ്പെട്ടുവെങ്കിലും OTTക്ക് വേണ്ടി ഒരുപാട് പേരെ കാത്തിരിക്കുന്നുണ്ട്. കാരണം നല്ല അഭിനയമാണ് മമ്മൂട്ടി ബസൂക്കയിൽ കാഴ്ചവെച്ചത്. C5 ആണ് ബസൂക്കയുടെ OTT വാങ്ങിച്ചിട്ടുള്ളത്. കഴിഞ്ഞ വീക്ക് സിനിമ വരുമെന്ന റിപ്പോർട്ട് വന്നിട്ടുണ്ടായിരുന്നു. എന്നാൽ ഇതുവരെ ബസൂക്ക റിലീസാക്കിയിട്ടില്ല. ഇപ്പോഴിതാ ജൂലൈ മാസം 28-ന് C5-ൽ ബസൂക്ക സിനിമ OTT റിലീസ് ചെയ്യുമെന്ന റിപ്പോർട്ടാണ് വന്നിരിക്കുന്നത്. അടുത്തൊരു അപ്ഡേറ്റ് സർക്കിട്ട് എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. നല്ലൊരു സിനിമയായിരുന്നു സർക്കിട്ട്. പക്ഷേ സിനിമ തിയേറ്ററുകളിൽ പരാജയപ്പെട്ടു. ചെറിയൊരു കഥയാണ് സർക്കിട്ട് പറഞ്ഞുപോയത്. ആസിഫ് അലിയാണ് സർക്കിട്ട് സിനിമ
സിനിമയിലെ നായകൻ. ആസിഫ് അലിക്ക് ഹാട്രിക് വിജയം നേടാൻ സാധിച്ചില്ല. ഇപ്പോഴിതാ സർക്കിട്ട് സിനിമ OTT റിലീസിന് എത്തുകയാണ്. ആമസോൺ പ്രൈം സർക്കിറ്റിൻ്റെ OTT വാങ്ങിച്ചെന്ന റിപ്പോർട്ടാണ് കാണാനുള്ളത്. റിലീസ് തീയതി ഇതുവരെ പുറത്തുവിട്ടിട്ടില്ല. പക്ഷേ ജൂലൈ 28-ന് സർക്കിറ്റ് സിനിമ ആമസോൺ പ്രൈമിൽ റിലീസാകുമെന്ന റിപ്പോർട്ടാണ് കാണാനുള്ളത്. അപ്പോൾ നിങ്ങൾ കാത്തിരിക്കുന്ന OTT മൂവി ഏതാണ്? അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക. ഇതുപോലത്തെ OTTക്ക് വേണ്ടി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ.